ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ബ്രോക്കറെ വിളിച്ച് സുഭാഷിൻ്റെ പെണ്ണിൻ്റെ ഫോൺ നമ്പർ വാങ്ങുന്നുണ്ട്. പിന്നീട് അവരോട് ഹോട്ടലിൽ വരാൻ പറഞ്ഞ് സുധീഷും നിധിയും പോയി കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നത്, എനിക്ക് സുഭാഷിനെ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇത്രയും വേഗം കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചത്. പണ്ട് കല്യാണപ്പന്തലിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയവർ എത്രയോ സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുധീഷ് ഇടയ്ക്ക് കയറി എക്സാക്ട്ലി എന്ന് പറയുന്നു. നിധി ദേഷ്യത്തോടെ സുധീഷിനെ നോക്കിയപ്പോൾ സുധീഷ് ഒന്നടങ്ങി. അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പം അതൊരു പക്ഷേ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വിചാരം ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ്. അയാളുടെ മുമ്പിൽ എനിക്ക് ജയിച്ചു കാണിക്കണം. അതാണ് ഞാൻ ഇത്ര ധൃതി പിടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടനെ ഇഷ്ടം കൊണ്ടല്ല, വാശിയുടെ പുറത്താണ് ഇവൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന്. പിന്നീട് നിധിയും സുധീഷും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി പാത്രങ്ങളും ഡബ്ബകളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സുധീഷിനോട് കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കാൻ പറയുന്നു. ഇതേസമയം നീതു ഹരീഷിനെ വിളിക്കുമ്പോൾ, നിനക്ക് എപ്പോഴും നിന്റെ ഭാഗത്ത് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ, എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തി നമ്മുടെ കല്യാണം നടത്തണമെന്ന് ചിന്തയുള്ളൂ, അതിന് സുഭാഷ് ഏട്ടൻ ആരെ കെട്ടിയാലും നിനക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് നീതുവിൻ്റെ ഏട്ടൻ നിൽപ്പുണ്ടായിരുന്നു. കളിയാക്കി ചിരിച്ചുകൊണ്ട് റൂമിൽ വന്ന്, അധികം വൈകാതെ നിന്റെ പ്രേമം പൊട്ടാൻ പോവുക എന്ന് പറയുമ്പോൾ നീതുവിന് ദേഷ്യം വരുന്നു. ഏട്ടനെ റൂമിൽ നിന്ന് മുന്തി മാറ്റി വെളിയിലാക്കി വാതിലടയ്ക്കുന്നു. പിന്നീട് സുധീഷും ഹരീഷും ആ പെണ്ണിൻ്റെ വീടും പരിസരവുമൊക്കെ അന്വേഷിക്കുമ്പോൾ ആർക്കും അവരെപ്പറ്റി നല്ല അഭിപ്രായമൊന്നുമില്ല. രണ്ടുപേരും അങ്ങനെ വിഷമത്തോടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇത്രയൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.